സ്കൂൾ വാർഷികാഘോഷം ഗംഭീരമായി കൊണ്ടാടി ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ആലുവ എംഎൽഎ അൻവർ സാദത്ത് നിർവഹിച്ചു. ദീർഘകാലം സേവനമനുഷ്ഠിച്ച് സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരെയും കലാകായിക അക്കാദമിക മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും വേദിയിൽ ആദരിച്ചു. നഗരസഭാ ചെയർമാൻ എം.ഒ. ജോണിന്റെ അധ്യക്ഷതയിലാണ് ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടത്തിയത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ആലുവ എംഎൽഎ അൻവർ സാദത്ത് നിർവഹിച്ചു. രാഷ്ട്രീയ രംഗത്തായാലും പൊതുവൃത്തി രംഗത്തായാലും മറ്റുള്ള ഉദ്യോഗ രംഗത്തായാലും ഈ വിദ്യാലയത്തിൽ പഠിച്ച കുട്ടികൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം പാരമ്പര്യമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇന്ന് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ബോയ്സ് സ്കൂളിനെ സംബന്ധിച്ചോളം വിദ്യാസമ്പന്നരായ നല്ലൊരു പുതിയ തലമുറയെ വാർത്തെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ പ്രിൻസിപ്പൽ എം.ജി. റോസ, കെ.ടി. റെജി, ടി.ജെ. സലീൽകുമാർ എന്നിവരെ എം.എൽ.എ. ആദരിച്ചു. കലാകായിക അക്കാദമിക മേഖലകളിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൈജി ജോളി നിർവഹിച്ചു. സ്റ്റാഫ് പ്രതിനിധി സാമുവൽ സ്റ്റീഫൻ വാർഷിക റിപ്പോർട്ടിന്റെ അവതരണം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫാസിൽ ഹുസൈൻ, വികസനകാര്യ സമിതി ചെയർമാൻ ലത്തീഫ് പൂഴ്ത്തറ, ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ മിനി ബൈജു, വാർഡ് കൗൺസിലർ ശ്രീലത രാധാകൃഷ്ണൻ, അധ്യാപകരായ കാത്രീൻ തോമസ്, കെ.എൻ. ദീപ, സി.ജെ. ഗുഡ്സൺ, എസ്.എം.സി. ചെയർമാൻ പി.ബി. റോണി, മദർ പി.ടി.എ. ചെയർപേഴ്സൺ നൌഫിയ അബ്ദുൾ റസാഖ്, സ്കൂൾ ലീഡർ വി.ജെ. അമീന മോൾ, സ്കൂൾ പി.ടി.എ. പ്രസിഡന്റ് വി.എസ്. സതീശൻ, സ്റ്റാഫ് സെക്രട്ടറി സിന്ധു സി. വർഗീസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ആലുവ. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന മനോഹരമായൊരിടം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഹക്കോ ലേക്ക് വ്യൂ ബാങ്കറ്റ് ഹാൾ, കല്ലൻചേരി റോഡ്, നോർത്ത് കുമ്പളങ്ങി, കൊച്ചിൻ 7. സ്വിമ്മിംഗ് കോച്ചിംഗ് ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെ.